ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. നമ്മളൊരു ഷൂ പർച്ചേസ് ചെയ്തു കേട്ടോ. വുഡ്ലാൻഡിൻ്റെ ഇതുണ്ടോ, ഉണ്ടോ, 2500 രൂപയുണ്ട് കേട്ടോ. നല്ല ഷൂ കേട്ടോ, വുഡ്ലാൻഡിൻ്റെ ഷൂ നല്ല. ഞാനൊരു 13 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നു കേട്ടോ വുഡ്ലാൻഡിൻ്റെ ഷൂ. വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ ഈ ഷൂവിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. വേണ്ടവർ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്തു കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഒരു 3 വർഷം 2 വർഷം 3 വർഷം നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. ഫുൾ ടൈം യൂസ് ചെയ്താൽ റഫായിട്ട് യൂസ് ചെയ്യാം. നല്ല ഷൂ ആണ്. ഇത് നമ്മുടെ ടെട്ടിൽ വൈനൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, നമ്മളെല്ലാം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പണ്ടേ നട്ട സാധനങ്ങൾ ഇതൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നു. ഉണ്ട് നമ്മൾ ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മൾ മുറിച്ച് നടന്നു നല്ല ബുഷിയായിട്ട് നിൽക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ ജെറബറ എന്ന് പറഞ്ഞ ചെടിയൊക്കെ നട്ടതിൻ്റെ ഒക്കെ ഉണ്ട്. എല്ലാം ഇങ്ങനെ ഇതായിട്ട് കിടക്കുക. അടിയിൽ നിന്ന് കിളുത്ത് വരുന്നത് കിഴങ്ങുള്ള ചെടിയാണ്. അടിയിൽ ചിലപ്പോൾ കിളുത്ത് വരും. പിന്നെ ഓർക്കിഡ് കുഴപ്പമില്ല, എല്ലാം നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു അടീനിയം കണ്ടോ. അടീനിയം ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ചു. നമ്മൾ സൈഡിലായിരുന്നു, ഞാൻ മഴ നനയാണ്ടിരിക്കാൻ വേണ്ടി വെച്ചായിരുന്നു. അതിൽ വെക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ഉഷാറില്ല. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വളം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ വെച്ചിട്ടൊന്നും ഉഷാറില്ല, എല്ലാം കണ്ടോ. ഞാൻ അതുകൊണ്ട് മഴയത്ത് ഇവിടെ വെച്ച് നോക്കിയതാണ്, എന്തായാലും അത് മാറ്റം വരും. പക്ഷേ ആന്തൂരിൽ നിന്നൊക്കെ നമ്മുടെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ അടീന്യത്തിന് ഉണ്ടാവുക എന്നാന്ന് മനസ്സിലാവുന്നില്ല. ഇത് നമ്മൾ ആന്തൂരം പറിച്ച് നട്ടതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ ചെടി കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇലയിൽ ഒരു സ്പെഷ്യൽ പുഴു ഒന്ന് തിന്നുന്നുണ്ട്. ഇതിൽ നല്ല വളർന്നു വരുന്നുണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ കാണിക്കുന്നതല്ല, നിങ്ങൾക്കറിയാലോ. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ 2 ഗപ്പീനെ വാങ്ങിയായിരുന്നു. ഞാൻ തളിപ്പറമ്പിൽ നിന്ന് വാങ്ങിയതാണ് 2 ഗപ്പീനെ, ഒരാണിനും പെണ്ണിനെ. അപ്പോൾ മേടിച്ചപ്പോൾ അതിന് കടക്കാരൻ പറഞ്ഞായിരുന്നു അതിന് ഉടനെ കുഞ്ഞുണ്ടാകാറായെന്ന് പറഞ്ഞായിരുന്നു. അതിനിപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഒരു 10-20 കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ തൽക്കാലം ബക്കറ്റിലാണ് വെച്ചാൽ നമ്മൾ കുളമുണ്ട്, കുളത്തിൽ പിന്നെ ഇടണം. ഇതുണ്ടോ ചെറിയ കുഞ്ഞുങ്ങളുണ്ടോ, ഒരു 10-20 കുഞ്ഞുങ്ങളുണ്ട്. തള്ള മറ്റേ ഒരാണും ഉണ്ട്. ഷെഡിലേക്ക് ഓക്കെ 10-20 കുഞ്ഞുങ്ങളുണ്ടായി കേട്ടോ. പിന്നെ നമ്മുടെ അവാക്കടോ ഇത്ര ആയി കേട്ടോ. നമ്മൾ കുരു നട്ടത് കേട്ടോ. ഇത്ര ഹൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല പഴം കേട്ടോ, ഷെയ്ക്ക് കടിച്ചു പിടിക്കാൻ പറ്റിയ പഴം. പിന്നെ നമ്മളന്ന് മേടിച്ച വാഴവത്തില്ലായിരുന്നു, അത് 2-3 നാമ്പ് വന്നു കേട്ടോ. അപ്പോൾ ഏത്തവാഴ കേട്ടോ, കൾച്ചർ വാഴയാണ്. ഇത്ര വലുപ്പമായി. ഇത് പെട്ടെന്ന് വളരും കേട്ടോ. ചെറുതാണ്. ഇത് നമ്മുടെ കാന്താരി കണ്ടോ. കാന്താരി സ്ഥിരം പറിക്കാറുള്ളത്. നമുക്ക് ഇപ്പോൾ പച്ചമുളക് വാങ്ങേണ്ട ആവശ്യമില്ല. കാന്താരിയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം മുളക് കിട്ടാറുണ്ട് കേട്ടോ. നല്ല കാന്താരി കണ്ടോ. കാന്താരി നമ്മൾ ശരിക്കും പറഞ്ഞാൽ കടയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കൊടുക്കാൻ നേരം നമ്മൾ വില ചോദിക്കുമ്പോൾ അവർക്കൊന്നും വേണ്ടെന്ന് പറയുന്നു കടയിൽ. കാരണം വെച്ചാൽ കടയിൽ ഇല്ല പോലും, എല്ലാവരുടെ വീട്ടിലുണ്ട് പോലും. ഇവിടെ കാന്താരി എല്ലാവർക്കും സുലഭമാണ്. ഗ്രാമപ്രദേശമല്ല, അതുകൊണ്ട് ഇവിടെ പോലെയല്ല, പുറത്ത് പോലെയല്ല. എന്ന് വെച്ചാൽ അവർക്ക് കടയിൽ കൊണ്ടുവച്ചാലും ഈ കാന്താരി വിറ്റ് പോകത്തില്ലല്ലോ. അല്ലെ കാന്താരി മാർക്കറ്റിലെല്ലാം ഭയങ്കര 1000 രൂപ 800 രൂപ എന്നൊക്കെ പറഞ്ഞ് കാണാം. പക്ഷെ നമ്മുടെ ഇവിടെയൊന്നും കടക്കാർക്ക് ആവശ്യമില്ല. നമ്മുടെ കുറേ കാന്താരികൾ, അവർ പറയുന്നത് എല്ലാ വീട്ടിലും തന്നെ കാന്താരികൾ ഉണ്ടെന്ന് പറയണം. പിന്നെ ഇത് നമ്മുടെ മറ്റൊരു ഏത്തവാഴ കേട്ടോ. നമുക്ക് 2 ഏത്തവാഴ വാങ്ങിയായിരുന്നു. ഒരെണ്ണത്തിനുണ്ടോ 2 നാമ്പ് വന്ന്, പിന്നെ അടുത്ത നാമ്പ് എടുക്കുന്നു. നിൽക്കണ്ട നമ്മുടെ വാഴക്കൊല ഇത്രയായി കേട്ടോ. ഇത്രയും വലിപ്പമൊന്നും ഇല്ല, പതുക്കെ ആവുള്ളൂ. ഇതിന്റെ ചുണ്ട് പറിച്ചു കേട്ടോ. ചുണ്ട് കറി വെച്ചു തോരൻ. പിന്നെ ഇത് കണ്ടോ, കപ്പളങ്ങ കണ്ടോ, ഓമയ്ക്ക. ഇതിന് പല പേരാ കേട്ടോ. കപ്പളങ്ങ എന്ന് പറയും, ഓമയ്ക്ക എന്ന് പറയും, പപ്പായ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേര് പറയുന്നതെന്ന് കമന്റ് ചെയ്യണം. വീഡിയോ മൊത്തം കാണുന്നവരുണ്ടായത് കമന്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മുടെ അഭിയു ഇത് കേട്ടോ. പിടിച്ചെന്ന് തോന്നുന്നു, നാമ്പൊന്നും വന്നില്ല, പിടിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ കാവുംകൂട്ടൻ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. അടുത്ത അടിപൊളി നാമ്പ് വരുന്നുണ്ട്. അത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു. നമ്മൾ നട്ട തന്നെ കൊന്നയുടെ കമ്പും പിടിച്ചു കേട്ടോ. അതും കിളുക്കുന്നുണ്ട്. നാമ്പ് വരുന്നുണ്ടോ. നമ്മളിത് കൊടി നട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത്രയും ഭാഗം
നമ്മുടെ സ്ഥലത്തിൻ്റെ ഇത്ര ഭാഗം നമ്മൾ തെളിച്ച് കേട്ടോ, ബാക്കി കൂടെ തെളിക്കണം. ഇത്ര ഭാഗം നമ്മൾ തെളിച്ചതാ, മടുത്തു പോയി. ഇത്ര ഭാഗം നമ്മൾ നല്ലോണം തെളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര ഭാഗത്ത് തെളിച്ച നമ്മുടെ സ്പെഷ്യലായിട്ട് ഞാൻ കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. പിന്നെ ഞാൻ മരുന്ന് വഴിക്കൊരു കാന്താരി കണ്ടു. അപ്പോൾ അതിൻ്റെ ഇതുണ്ട്, വേറൊരു കാന്താരി കണ്ടോ നിൽക്കുന്നത്. ഇവിടെയെല്ലാം പക്ഷി ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പക്ഷി കാന്താരി എന്നിട്ട് പക്ഷി കാഷ്ടിച്ചിട്ട് അതിൽ നിന്ന് കുരു ഉണ്ടായിട്ട് വരുന്നു. പിന്നെ ഞാനൊരു പൂ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് പരിചയമുള്ള പൂവാണെന്ന് നോക്കണേ. കണ്ടോ എന്താ ഭംഗി, ഇത് പ്രകൃതിയിലുണ്ടാകുന്നൊരു പൂവാണ്. എന്താ ഇത്ര ഭംഗിയായിട്ടുള്ള പൂവാന്ന് നിൽക്കുന്നത്. മറ്റേ പച്ച നമ്മൾ കൊണ്ട് സ്ലേറ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണിത്. ഇനിയാണ് നമ്മുടെ മറ്റേ സ്പെഷ്യൽ ഐറ്റം കാണിക്കാൻ പോകുന്നത്. ഞാനത് മൂടി ഇട്ടേക്കുവാ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ കൈതച്ചക്ക ഞാൻ പറഞ്ഞില്ലേ, കാണിച്ചു നോക്കണേ. ഉണ്ടോ ഇങ്ങനത്തെ ഉണ്ടോ, എത്രയാന്ന് നോക്ക്. നാമ്പ് കണ്ടോ, 1 2 ഞാൻ 3 കണ്ടിട്ടുണ്ട്. ഇതിപ്പോ 1 2 3 4 5 6 7 8 9 10 11 12 15 20 കൂടുതലുണ്ടെന്ന് തോന്നുന്നു. തനി രാവണനാണ് 10 ഇതിപ്പം രാവണനെക്കാളിലും വലുത്. ഇതിപ്പോ ഉണ്ടായി വലുതായി വരുമ്പം എന്ത് വലിയ കഴുതച്ചക്കയാന്ന് കണ്ടറിയണം. ഇന്നസ് ബുക്കിലെങ്ങാനും കയറ്റാൻ പറ്റുമോന്ന് അറിയത്തില്ല, നോക്കണം. ഇവിടെയൊക്കെ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഇവിടെ കുറെ കാട് ഉണ്ട് കേട്ടോ. റബ്ബറായിരുന്നു, അപ്പം നല്ല വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് കാട് നല്ലോണം കിടത്തിയിട്ടുണ്ട്. ഇത് ഇഞ്ചി കേട്ടോ, അല്ല മഞ്ഞളാ കേട്ടോ, മഞ്ഞൾ. കാട് നല്ലോണം കിടത്തിട്ടുണ്ട്. ഇതെല്ലാം തെളിച്ച് സെറ്റാക്കി എടുക്കണം. എന്തിന് കൃഷികൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യണം. നമ്മുടെ സ്ഥലമായിട്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് ചെയ്യാമല്ലോ. നല്ല സ്ഥലം കേട്ടോ, നല്ല ആംബിയൻസ് ആണ് ഇവിടേക്ക് ഇരിക്കാൻ, നല്ല വൈബാണ്. നമുക്ക് വേറെ എവിടെയും കിട്ടില്ല ഇതുപോലെ ഒരു വൈബ് കേട്ടോ, അടിപൊളിയാണ്. കേട്ടോ നമ്മുടെ പനയാണിത്, ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ പൂത്ത പന. ഇത് പൂത്ത് പൂവാറായി. നമ്മുടെ അപ്പുറത്ത് ഒരു പനയുണ്ട്, ഉണ്ടോ അത് പൂത്ത് വരുന്നു. ഉണ്ടോ സൂപ്പറല്ലേ. നമ്മുടെ ചെറിയൊരു വീഡിയോ ബ്ലോഗായിരുന്നു കേട്ടോ ഇന്നത്തെ എടുത്ത. കുറേ നാളായി, കുറേ ദിവസമായിരുന്നു ബ്ലോഗ് ചെയ്തിട്ട്. ഇതുണ്ടോ പിന്നെ നമ്മുടെ കാന്താരി ഉണ്ടോ, ഇതൊക്കെ കാന്താരി മുളക് ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതാക്കി ഇപ്പോൾ പറിച്ചതുണ്ടോ കാന്താരി മുളക് ഉണ്ടോ. നമ്മൾ നട്ട് വെച്ച് ഇങ്ങനെ കാന്താരി വളരില്ല. ഇതുണ്ട്, ഇത് തന്നെ കിളുത്ത് വന്നിട്ടുണ്ടാവുകൊണ്ട് ഇതുണ്ടോ വളർച്ചയുണ്ട്. ഇത് പെട്ടെന്ന് വളരുന്ന ആണ്. ഇതുണ്ടോ പഴുത്തതിൻ്റെ ചുവട്ടി കിടക്കുന്നുണ്ടോ, ഇതൊക്കെ ഉണ്ടോ, ഇത് വീണ് കിടക്കുന്ന പഴുത്തിട്ട് പക്ഷികൾ തിന്നുന്നു. അവരുടെ ശരിക്കും പറഞ്ഞാൽ പക്ഷികൾ അവകാശപ്പെട്ടതാണ്. അവരാണ് ഇതിൻ്റെ ഓണർ. എന്നുവെച്ചാൽ അവരാണ് ഇത് ഉണ്ടാക്കി, അവർക്കാണ് അപ്പോൾ ഇതിൻ്റെ അവകാശമുള്ളത്. അപ്പോൾ അവർക്ക് തന്നെ അവകാശപ്പെട്ടതാണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ ചേമ്പ് കണ്ടോ, ഇതെല്ലാം നല്ല ചേമ്പ് കേട്ടോ, നല്ല ചേമ്പ് വിത്ത് നമുക്ക് കിട്ടുന്നു. കഴിഞ്ഞ ദിവസം പറിച്ച ചപ്പ് മൊത്തം ഇതിൻ്റെ ചോട്ടിലേക്ക് ഇട്ടേക്കണം, ചേമ്പിൻ്റെ ചോട്ടിൽ. ഉണ്ടോ ഇവിടെ ചേമ്പ് കണ്ടോ, ഇതെല്ലാം നല്ല ചേമ്പ് വിത്ത് നമുക്ക് കിട്ടുന്നു കേട്ടോ, അത്യാവശ്യം കിട്ടുന്നു, നമുക്ക് കഴിക്കാനുള്ള കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ചെറിയൊരു വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വ്ളോഗിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ പേജ് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. നേരെ നിർബന്ധിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, പിന്നെ കാശ് മുടക്കൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പം പറ്റുന്നവർ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.